നമസ്കാരം ടിട്ടാ. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി സാറിനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്രോളിനും ഡീസലിനും വില വല്ലാണ്ട് അങ്ങ് കൂടി. യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യമായി വില കൂട്ടിയത് നയര പെട്രോളിയം എന്ന കമ്പനിയാണ്. ഈ കമ്പനി ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞല്ലോ യുദ്ധം തുടങ്ങിയിട്ട്. ഇപ്പൊ ആദ്യമായിട്ട് 5 രൂപയും 3 രൂപയും കുറച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരിപ്പോൾ എന്താണ് ചെയ്തത്? അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം കൂട്ടാൻ തയ്യാറായ കമ്പനിയാണിതെന്ന് ഓർക്കുക. അതില് ഇവര് അന്ന് തന്നെ 5 രൂപയും 3 രൂപയും പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരുന്നു. ആ വർദ്ധിപ്പിച്ചത് മാത്രമാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുന്നതനുസരിച്ച് പെട്രോളിയം കമ്പനികൾ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ശരിക്കും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പെട്രോളിയം കമ്പനികൾ ഇത്തരത്തിൽ കള്ളക്കണക്കുകൾ കാണിച്ച് കോടികൾ നഷ്ടമാകണമെന്നുള്ള കണക്കുകൾ കാണിച്ച് സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിച്ച് കോടികൾ സമ്പാദിക്കുകയാണ്. ഇതിനെതിരെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മറ്റ് സിനിമാ താരങ്ങളുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നതിനോടൊപ്പം അതൊക്കെ നല്ലത് തന്നെയാണ്. അനധികൃതമായി പണം കണ്ടെത്തിയാൽ അത് കണ്ടെത്തേണ്ട നിയമപരമായി നല്ലത് തന്നെയാണ്. അത് രാജ്യത്തിനും നല്ലത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഈ പെട്രോളിയം കമ്പനികളുടെ കൊള്ളയും കൂടെ അന്വേഷിക്കണം. അവരുടെ സാമ്പത്തിക സ്രോതസ്സും അവരുടെ സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനെതിരെ ഒരു ED അന്വേഷണം നടത്താൻ ഉത്തരവിടണം. പേര് കേട്ട പ്രശസ്തരായ ചാർട്ടേഡ് അക്കൗണ്ടുമാരെ വെച്ചുകൊണ്ട് കണക്കുകളിൽ കൃത്രിമം നടത്തി, കള്ളക്കണക്കുകൾ കാട്ടി, നഷ്ടക്കണക്ക് പെരുപ്പിച്ച് കാട്ടി ഇത്തരം ചൂഷണം ചെയ്യുന്ന ഈ പെട്രോളിയം കമ്പനികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ? ഇതിനെതിരെ ശക്തമായ നടപടി വേണം. കാരണം ഇതിന്റെ ആത്യന്തം അനുഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും ആശ്രയിച്ചാണ് നമ്മുടെ സാധന സാമഗ്രികളുടെ വിലകൾ നിലകൊള്ളുന്നത്. ഇനി മറ്റൊരു വാസ്തവം പറയാം. ഇവിടെ പലരും പറയുന്നത് കേട്ടു, പാകിസ്ഥാനിൽ 70 രൂപ കുറച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ഡീസൽ വില, പെട്രോൾ വില എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിൽ 399 രൂപ വരെ 1 ലിറ്റർ പെട്രോളിന് വില കയറി. അതിൽ നിന്നാണ് അവർ 70 രൂപ കുറച്ചത്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും പെടാതെ നമ്മളെ സംരക്ഷിച്ചു നിർത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ മികവ് കൊണ്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ തന്നെയും ഈ പെട്രോളിയം കമ്പനികൾക്കെതിരെ നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്കെതിരെയും ED അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.